ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് പുസ്തകം വായിക്കാനൊന്നുമല്ല. കുറേ നാളുകളായി എന്നോട് കുറേ പേരിങ്ങനെ പറയുന്നു, പരിശുദ്ധ കുർബാനയെ കുറിച്ച് ചേച്ചി എന്താ പറയാത്തെ എന്ന് ചോദിച്ചിട്ട് ഞാൻ അവരോടൊക്കെ പറഞ്ഞു, ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ, പരിശുദ്ധ കുർബാനയാണ് ക്രിസ്ത്യാനിറ്റിയുടെ കേന്ദ്ര ബിന്ദു, അതിനേക്കാൾ അപ്പുറമില്ലല്ലോ. അപ്പോൾ പരിശുദ്ധ കുർബാനയാണ് നമ്മുടെ സെൻട്രൽ പോയിന്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. അപ്പോൾ കുർബാനയെ കഴിച്ച് എന്തുള്ളൂ എന്നൊക്കെ ഞാൻ ടോക്കുകൾ പറയാറുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അതല്ല ചേച്ചി, കുർബാനയെ കുറിച്ച് പഠിച്ചു എന്നൊക്കെ പറയുന്നില്ലേ, അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൂടെ എന്ന്. അപ്പോഴും ഞാൻ അവരോട് പറഞ്ഞു, വലിയ അച്ഛന്മാർ പലരും കുർബാനയെ കുറിച്ച് പഠനങ്ങൾ യൂട്യൂബിലുണ്ടല്ലോ, അതൊന്നും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എല്ലാം അറിയാവുന്നതേ ഉള്ളൂ. അപ്പോഴും വീണ്ടും അവർക്ക് നിർബന്ധമാണ്, എന്നാലും ചേച്ചി എന്തെങ്കിലും പറയേ കുർബാനയെ കുറിച്ച്. ഞാൻ പറഞ്ഞു, ഞാനൊരിക്കൽ പണ്ടൊരിക്കൽ 2015 തോന്നിട്ടുണ്ട് ഈ യൂട്യൂബിൽ ആദ്യമായിട്ട് ഞാൻ ഇടുന്നത്. 10 വർഷമായും തോന്നുന്നു. അതെല്ലാവർക്കും നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതിൽ ഞാൻ കുർബാനയെ കുറിച്ചുള്ളത് പഠിച്ചിറങ്ങി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ പുതിയത് പറയും. പുതിയതൊന്നുമില്ല, കുർബാന അന്നത്തെ തന്നെയാണ് ഇന്നും, അതേ പഠനങ്ങൾ തന്നെയാണ് ഇന്നും എന്ന്. അങ്ങനെ അവർ പറഞ്ഞാൽ ചേച്ചി ഒന്ന് പറയുക എന്തെങ്കിലും, അത് കുർബാനയ്ക്ക് എങ്ങനെയാണ് പോകുന്നതൊന്നും അങ്ങനെ പഠനമായിട്ടൊന്നും വേണ്ട, അതിൻ്റെ പേരുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ കഴിഞ്ഞതിന് ശേഷം അടുത്ത വ്യാഴാഴ്ച പരിശുദ്ധ കുർബാനയുടെ തിരുനാളാണ്. ഞാനീ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു പരിശുദ്ധ കുർബാനയാണ്. ഞാനിവിടെ ഈ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ ദ്വീപ് പോലുള്ള സ്ഥലത്ത്, ഞാൻ തൃശ്ശൂരിൽ നിന്നും ഒല്ലൂരിൽ നിന്നാണ് ഞങ്ങൾ മാറി ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയത്. ഞാൻ താമസിക്കാൻ തുടങ്ങിയത് ഗതികേട് കൊണ്ട് വന്നതാണ് ഇങ്ങോട്ട്. ഒല്ലൂർ ഫൊറോന ഇടവക അംഗമായിട്ടുള്ള ഞാൻ, അതിൻ്റെ മുറ്റത്ത് കിടക്കുന്ന ഞാനും തൃശ്ശൂർ പറവട്ടാനിയിൽ ഇടവകയുള്ള ടൗൺ പ്രദേശത്തു നിന്നാണ് ഞങ്ങളിവിടെ വന്ന് താമസിക്കുന്നത്. അത് അന്നത്തെ ഗതികേട് കൊണ്ടാണ് ഇവിടെ എത്തിപ്പെട്ടത്. ഇന്നത് ഈശോ നന്മയ്ക്കാക്കി മാറ്റി സഹനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കുർബാന മാത്രമേ അന്നും ഇന്നും ഉള്ളൂ ഞങ്ങളെ രക്ഷിക്കാൻ. ഞങ്ങളിവിടെ മഴയത്തും വെയിലത്തും ഇടിവെട്ടിലും ഒക്കെ ഒരു പാട്ട സ്കൂട്ടറുമേ കുർബാനയ്ക്ക് പോകണ കണ്ടിട്ട് അന്യമതസ്ഥരാണല്ലോ ഇവിടെ മുഴുവൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾ മാത്രമേ ഇവിടെ ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ളൂ. ഇപ്പോഴാണ് 2-3 വീടുകൾ വന്നത്. അപ്പോൾ ഇവർ ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ഈ കാലത്ത് ഏറ്റിട്ട് എന്തിനാ ഇങ്ങനെ പോണത്, അത് ഉച്ചയ്ക്ക് പൊക്കൂടെ എന്ന്. അവർ നോക്കുമ്പോൾ ഈ പെരുമഴയത്തും വെയിലത്തും ഈ ചേച്ചി ഇത് എന്തിനാണ് കഷ്ടപ്പെടുന്നത്. അവർ പറയും, പള്ളിയിലൊക്കെ പൊക്കോ, പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വെയിൽ കുതിച്ചിട്ട് പോയാൽ പോരെ എന്ന്. അപ്പം ഞാൻ അവിടെ കുർബാന ഉണ്ടാവില്ല. കുർബാന ഇല്ലെങ്കിൽ എന്താ പള്ളിയിൽ പൊക്കൂടെ? അവർക്കറിയില്ലോ കുർബാന എന്താന്ന്. പ്രിയ കൂട്ടുകാരെ, പരിശുദ്ധ കുർബാന എന്ന യാഗബലിയുടെ ബലത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ചിലപ്പോഴൊക്കെ പലരും ചോദിക്കും, ഫ്രാൻസിസ് ഏട്ടനെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. ഞാൻ ഫ്രാൻസിസ് ഏട്ടനെ എങ്ങനെയുണ്ട്, ഓപ്പറേഷനൊന്നും ചെയ്തില്ലല്ലോ, ഇങ്ങനെ നടക്കുന്നു, ഞങ്ങളെപ്പോഴാണ് എന്താണ് ഉണ്ടാകുക ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ലേ? ഞാൻ പറഞ്ഞ ട്രീറ്റ്മെൻറ്റിന് ഞാൻ പറഞ്ഞല്ലോ, മുഴ ഓപ്പറേഷൻ ചെയ്ത് കളയണം. ആ കളയനോടുകൂടി പാൻക്രിയാസും ആമാശയും ലിവറും എന്തോരം പോകുന്നുള്ളത് തുറന്നു കഴിയുമ്പോഴേ അറിയുള്ളൂ. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഡോണ്ട് ഓപ്പൺ ചെയ്യണ്ട. അപ്പം ഞങ്ങൾ പറഞ്ഞു വേണ്ട. മാത്രമല്ല ഫൈനാൻഷ്യൽ ഇഷ്യൂ ഭയങ്കരം. കാരണം ഞങ്ങളിങ്ങനെ അടിക്കടി ഇങ്ങനെ പലതരം വലിയ കാര്യങ്ങളെ കൂടിയല്ല നടന്നു പോണത്. ചെറിയ കാര്യങ്ങളൊന്നല്ലല്ലോ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അതും ഈശോയും പറഞ്ഞു വേണ്ടാന്ന്, അതുകൊണ്ട് ചെയ്യുന്നില്ല. അപ്പം ഇനിയിപ്പോൾ എന്താ തെറാപ്പി? അല്ലറ ചില്ലറ ഹോമിയോ അതൊക്കെ ചെയ്തു, അതൊക്കെ കഴിഞ്ഞു. അപ്പിനി എന്ത് ചെയ്യും? ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ ഹോളി ബ്ലഡ് തെറാപ്പി അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്കും അങ്ങേർക്കും. എനിക്കാണെങ്കിൽ പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതും സ്പ്രെഡിങ് ടൈപ്പ് ക്യാൻസറാണ്. എപ്പോൾ വേണമെങ്കിൽ പടരാം. അത് 3 മാസം കൂടുമ്പോൾ സ്കാൻ ചെയ്ത് നോക്കും. പടർന്നാലിപ്പോൾ ഒന്നും ചെയ്യാനൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉള്ളത് ഹോളി ബ്ലഡ് തെറാപ്പിയാണ്.
ആ തെറാപ്പി എന്നും അതിരാവിലെ പോയി എടുക്കാനുള്ള സാധ്യതകൾ ഈശോ ഇന്ന് കരുണയോടെ ഞങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്. എൻ്റെ കാര്യമല്ല, എൻ്റെ ഭർത്താവിൻ്റെ കാര്യം. ഞാനിപ്പോൾ ഇങ്ങനെ നിന്ന് വർത്താനം പറഞ്ഞാലും അടുത്ത നിമിഷം ചിലപ്പോൾ ഞാൻ ബെഡിലുണ്ടാവും. അപ്പോൾ ഇപ്പം തന്നെ കണ്ട ചേച്ചി എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചോ, ഒരു രക്ഷയില്ല. എൻ്റെ അവസ്ഥകളൊക്കെ ഇങ്ങനെയാണ്. എനിക്ക് എന്തെങ്കിലും സുഖമുള്ളപ്പോഴാണ് ഞാനിത് വന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹോളി ബ്ലഡ് തെറാപ്പിയെക്കുറിച്ച് എന്തുമാത്രം പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. കാരണം അത്രയ്ക്കും പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന ഒരു ആളാണ് ഞാൻ. എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ജീവിത പങ്കാളി. ഇപ്പോൾ പിന്നെ മക്കൾക്കൊക്കെ കുറേ പ്രശ്നങ്ങളാണല്ലോ ഇപ്പോൾ. അതുകൊണ്ട് അവരെ ഇപ്പോൾ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അവർക്ക് ജോലിക്ക് പോകണം. അമ്മച്ചിക്ക് അപ്പച്ചനും ഉണ്ടായിട്ടുള്ള ഈ ഇഷ്യൂസിന് തരണം ചെയ്യണമെങ്കിൽ ജോലിക്ക് പോകണം. ജോലിക്ക് പോകാതെ കുർബാനയാകാനാണെന്നും പറഞ്ഞ് ജോലിയും ഉപേക്ഷിച്ചിരിക്കുന്നവരെനിക്കറിയാം. പക്ഷെ അങ്ങനെ ഈശോ പറഞ്ഞിട്ടില്ല. പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ കരുണയാണ് ബലിയേക്കാൾ ശ്രേഷ്ഠം. ബലിയല്ല, കരുണയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കരുണ ബലിയോളമൊപ്പം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. അപ്പോൾ എല്ലാത്തിനും നിങ്ങൾക്കറിയാലോ, ദൈവവചനമൊക്കെ അതിൻ്റെ രീതിയിൽ നമ്മൾ വ്യാഖ്യാനിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അല്ലാണ്ട് ഞാനിപ്പോൾ ഒരു ക്ലാസ് പറഞ്ഞു, വേറൊരാൾ വേറെ ക്ലാസ് പറഞ്ഞു, കുർബാനയാകാനാണ് ജീവിതം എന്ന് പറഞ്ഞിട്ട് എല്ലാം പെട്ടി മടക്കി വീട്ടിൽ കുത്തിരുന്ന് 3-4 കുർബാന കൂടിയാലൊന്നും ഈശോ ചൂരിലെടുക്കും, ചാട്ടവാറെടുക്കും ആൾക്കാരെ ഒടിപ്പിച്ച അന്നത്തെ ഈശോ. എന്തായാലും നമ്മൾ പരിശുദ്ധ കുർബാനയാകാനാണ്, നമ്മുടെ ജീവിതം പരിശുദ്ധ കുർബാനയാകാനാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വ്യാഴാഴ്ച ആകുമ്പോഴേക്കും കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ പങ്കുവെക്കാം. ഞാൻ പഠിച്ച കാര്യങ്ങളാണ്. ഞാനൊരു 2009 ഈ തിയോളജിയും കുർബാന പഠനമൊക്കെ മുഴുവനാക്കുന്നത്. ഇപ്പോൾ 10-16 വർഷം കഴിഞ്ഞു. ഞാനത് കുറേയൊക്കെ മറന്നുപോയ കാര്യങ്ങളാണ്. എങ്കിലും ഞാനിപ്പോൾ ഓർത്തെടുത്തിട്ട് ഇവിടെ പറയും. നിങ്ങളിതിനെ ഒരു പഠന ക്ലാസ് ആയിട്ടൊന്നും കാണണ്ട കേട്ടോ. ഞാനിതിനൊരു കഥ പോലെ പറയുന്നതാ. പിന്നെ നമ്മളിങ്ങനെ കുർബാനയെ കുറിച്ച് കുറേയൊക്കെ പറയുമ്പോൾ നമുക്കൊന്നും കൂടി നമ്മുടെ ഓർമ്മകളൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കുകയും ചെയ്യാം എന്ന് വെച്ചിട്ട് എന്നോട് ആവശ്യപ്പെട്ട എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത് പറയാൻ തുടങ്ങുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ലിറ്റർജി, അതാണ് ആരാധനക്രമം. ലിറ്റർജി എന്ന വാക്ക് ലെയ്തുർഗിയ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഈ ലിറ്റർജി കടന്നു വരുന്നത്. അപ്പോൾ ഈ ലെയ്തുർഗിയ എന്നത് 2 ഗ്രീക്ക് വാക്കുകൾ ചേർന്നതാണ്. അതിന് ലെയ്ത്തോസ് എന്ന് അർത്ഥമുണ്ട്, അതുപോലെ തന്നെ എർഗോസ് എന്ന്. ഇത് രണ്ടും കൂടിയതാണ് ഈ ലെയ്തുർഗിയ. ലെയ്ത്തോസ് എന്ന് പറഞ്ഞാൽ പരസ്യമായ, എർഗോസ് എന്ന് പറഞ്ഞാൽ സേവനം. അപ്പോൾ പരസ്യമായിട്ടുള്ള സേവനം. അങ്ങനെ ഈ ലെയ്തുർഗിയ എന്ന് പറഞ്ഞാൽ പരസ്യമായ സേവനം നമ്മൾ സഭ ഉപയോഗിക്കാൻ തുടങ്ങിയത് AD 4-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ പരസ്യമായി ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയ്ക്ക് പറയുന്ന പേരാണ് ലിറ്റർജി. പരസ്യമായിട്ട് പിതാവായ ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന ആരാധനയ്ക്ക് പറയുന്ന പേരാണ് ഈ ലിറ്റർജി, ആരാധനാക്രമം എന്ന് പറയുന്നത്. ഈ ആരാധനാക്രമം എന്ന് പറഞ്ഞാൽ 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് ദൈവജനം പരിശുദ്ധാരൂപിയുമായിട്ടുള്ള ഐക്യത്തിൽ രക്ഷകനും നിത്യപുരോഹിതനുമായ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരം എന്ന നിലയിൽ പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്ന പരസ്യമായ ആരാധനയാണ് ലിറ്റർജി. അത് നിങ്ങൾ ഇങ്ങനെ വായിച്ച് പോയാൽ മനസ്സിലാവും. ദൈവജനം നമ്മൾ പരിശുദ്ധാരൂപിയുമായിട്ടുള്ള ഐക്യത്തോടു കൂടെ രക്ഷകനും നിത്യപുരോഹിതനുമായിട്ടുള്ള ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണ് നമ്മൾ. ആ നിലയിൽ പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്ന പരസ്യമായ ആരാധനയാണ് ലിറ്റർജി. ആത്മാവുമായിട്ട് ഐക്യപ്പെട്ട് നമ്മൾ ഈശോയുടെ മൗതിക ശരീരത്തിലെ അവയവങ്ങളാണ്. ഈശോ ആരാധന സമർപ്പിക്കുമ്പോൾ നമ്മളും ആരാധന സമർപ്പിക്കലായി മാറി. അങ്ങനെയാണ് ലിറ്റർജിയെ വ്യാഖ്യാനിക്കുന്നത്. ഈ ആരാധനക്രമത്തിൽ ശരിക്കും 5 ഭാഗങ്ങളുണ്ട്, 5 ഭാഗങ്ങളുണ്ട്. അതിൽ കുർബാനയാണ് ആദ്യത്തെ ഭാഗം. പിന്നെ കൂദാശകൾ, അതിനോടനുബന്ധിച്ചുള്ള അനുകരണങ്ങൾ, പിന്നെ യാമപ്രാർത്ഥനകൾ, പിന്നെ ആരാധനാക്രമ മത്സരം, പിന്നെ തിരുക്കർമ്മഗീതങ്ങൾ. ഇതൊക്കെ കൂടിയതാണ് ഈ ആരാധനാക്രമം. അത് നിങ്ങൾ വെറുതെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അതുപോലെ നമ്മുടെ സഭയുടെയും നമ്മുടെ ജീവിതത്തിൻ്റെയും
അത്യുച്ച സ്ഥാനത്ത് നിൽക്കുന്നത് എന്താണെന്നോ? പരിശുദ്ധ കുർബാനയാണ്. പരിശുദ്ധ കുർബാനയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുഴുവൻ ഉറവിടവും പാരമ്യവുമാണ് പരിശുദ്ധ കുർബാന എന്നാണ് ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ളത്, എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ കുർബാനയ്ക്ക് കുറേ പേരുകളൊക്കെ ഉണ്ട്. നമുക്കറിയാം, ലാസ്റ്റ് സപ്പർ അല്ലെങ്കിൽ ലോർഡ്സ് സപ്പർ അങ്ങനെ പറയും. പിന്നെ ആദിമ ക്രൈസ്തവരുടെ സമയത്ത് ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ്, അപ്പം മുറിക്കൽ ശുശ്രൂഷ എന്ന് പറയും. പിന്നെ ഇപ്പം അതിനെ നമ്മൾ യൂക്കരിസ്റ്റ് എന്ന് പറയും. അതുപോലെ സുറിയാനി സഭയിൽ കുർബാന എന്ന് പറയും. പിന്നെ വിശുദ്ധീകരിക്കുന്നത് എന്തോ അതാണ് കൂദാശ, അതാണ് പരിശുദ്ധ കുർബാന, അങ്ങനെയും പറയും. അപ്പോൾ കുർബാനയുടെ പേരുകളാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഇത് കേട്ടിട്ട് ചേച്ചി ഇനി അങ്ങനെയും കൂടി ഉണ്ടല്ലോ എന്നൊന്നും പറയരുത് കേട്ടോ. ഞാനിത് സിമ്പിളായി കുറച്ച് കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. കുർബാനയെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇഷ്ടംപോലെ അച്ഛന്മാർ പഠിച്ച് യൂട്യൂബിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ആരാധനക്രമം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ലിറ്റർജി, അതുപോലെ കുർബാനയുടെ പേരുകൾ. ആളുകൾക്ക് ഇതിൻ്റെ പേരുകളും ഓരോന്ന് ചെയ്യുന്നതിൻ്റെ അർത്ഥമൊക്കെയാണ് അറിയണം. അതുകൊണ്ട് മുഴുവൻ പഠനമൊന്നും പറയുന്നില്ല, ഞാനിങ്ങനെ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതേ ഉള്ളൂ. ഈ കുർബാനയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം വരേണ്ട ചിന്ത അത് ക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതിയുടെ പുനരവതരണമാണ്. അതായത് ഈശോ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി എടുത്ത പദ്ധതിയുടെ വീണ്ടുമുള്ള അവതരണമാണ് ഈ പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ, രക്ഷാകര പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ് രക്ഷാകര പദ്ധതി? ഈശോയുടെ ജനനം, പീഡാനുഭവം, മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, ഇതൊക്കെയാണ് രക്ഷാകരമായിട്ടുള്ള പദ്ധതി. നമ്മളെ രക്ഷിക്കാൻ ഈശോ എടുത്ത പദ്ധതിയാണ്. ഈശോ ജനിച്ച് അവതരിച്ചു, പീഡാനുഭവം, പിന്നെ മരിച്ചു, ഉത്ഥാനം ചെയ്തു, സ്വർഗാരോഹണം ചെയ്തു, എന്നിട്ടാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുന്നത്. അപ്പോൾ ഇതാണ് രക്ഷാകര പദ്ധതിയുടെ പുനരവതരണമാണ് പരിശുദ്ധ കുർബാന. അതിന് സുറിയാനി ഭാഷയിൽ മദ്ബ്രാനൂത്ത എന്ന് പേരുണ്ട്. അതിൻ്റെ അർത്ഥമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, അത് പറഞ്ഞാൽ കുറേയാവും. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളാണ് അനുസ്മരിക്കുന്നതും ആഘോഷിക്കുന്നതും. അതുപോലെ കുർബാനയെ പറയുന്നുണ്ട്, അതൊരു സ്വർഗീയ ആരാധനയാണ് പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാന എന്ന് പറയുന്ന ഒരു സ്വർഗീയ ആരാധനയാണ്. സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയുടെ ഒരു മുന്നാസ്വാദനമാണ്, ഒരു മുന്നോടിയായിട്ട് കാണാം ഈ കുർബാനേനെ. അത് കുർബാനയിൽ അങ്ങനെയാണല്ലോ നടക്കുന്നത്. ഒരു കുർബാനയ്ക്ക് അൾത്താരയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് ദർശനം കിട്ടിയവർക്ക് അറിയാം. അതല്ലെങ്കിൽ നമ്മൾ പല വിശുദ്ധർക്കും കിട്ടിയ ദർശനങ്ങളിൽ അറിയാം. പരിശുദ്ധ കുർബാനയ്ക്ക് പുരോഹിതന് വിശുദ്ധ ഗ്രന്ഥവും എടുത്തിങ്ങനെ വരുമ്പോൾ ഈ കുർബാനയുടെ അൾത്താരയുടെ ആ ഒരു കാറ്റലീന എന്ന് പറഞ്ഞ സഹോദരിക്ക് കുർബാനയെ കുറിച്ച് കൊടുക്കുന്ന ദർശനമുണ്ടല്ലോ. അപ്പം കുർബാന നടക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന സംഭവം, അവിടെ പിതാവായ ദൈവം പുത്രൻ്റെ ബലി സ്വീകരിക്കാൻ വേണ്ടി വരുന്ന സമയമാണ് ഈ പരിശുദ്ധ കുർബാനയുടെ സമയം. ബലി സ്വീകരിക്കുക. അപ്പോൾ സകല വിശുദ്ധരും മാലാഖമാരും രക്തസാക്ഷികളും എവൻഗലിസ്തരും ഈ സകല മക്കളും വിശുദ്ധ ഗണത്തിൽപ്പെട്ടവർ മുഴുവൻ അൾത്താരയിൽ ഉണ്ടായിരിക്കും. കാറ്റാലിനെ കാണുന്ന ദർശനം അങ്ങനെയാണ്. ഞാനും ഒരിക്കൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതായത് ഒരുപാട് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത മാലാഖമാർ ഒരു വശത്തിങ്ങനെ അണിനിര നിൽക്കുക അൾത്താരയിൽ. അതുപോലെ സകല സ്വർഗവാസികളും അപ്പസ്തോലന്മാർ, 12 സ്ലീഹന്മാർ, അവരെല്ലാവരും ഇങ്ങനെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന ആ ഒരു ശരീര പ്രക്രിയയോട് കൂടിയാണ് അവർ വരുന്നത്. ആരാധിക്കുകയാണ് അവർ. അതായത് അവർ സ്വർഗത്തിൽ പിതാവായ ദൈവത്തെ ആരാധിക്കുന്ന അതേ അവസ്ഥയിൽ ഇങ്ങോട്ട് ഇറങ്ങി വരാം. എന്തിനാണെന്നറിയോ? പിതാവായ ദൈവം പിന്നെ ഇങ്ങോട്ടാണ് ഇറങ്ങി വരണേ പുത്രൻ്റെ ബലി സ്വീകരിക്കാൻ ഓരോ അൾത്താരയിലും. അപ്പോൾ രക്തസാക്ഷികളും വിശുദ്ധരും ഔസേപ്പിതാവും എല്ലാവരും പരിശുദ്ധാമ്മ പിന്നെ കുർബാനയുടെ ഒരു ഭാഗമാണല്ലോ. കുർബാന ഇറക്കി വയ്ക്കണമെങ്കിൽ അമ്മയുടെ മടിയിലല്ലേ ഇറക്കി വെച്ചിട്ടുള്ളത്.
അപ്പം അതുകൊണ്ട് പരിശുദ്ധ കുർബാന നടക്കുന്ന സമയത്ത് സകല സ്വർഗവാസികളും നമ്മുടെ അൾത്താരയിൽ ഇറങ്ങി വരും. അതിന് എല്ലാവരും കരങ്ങൾ ഉയർത്തിയിട്ടാണ് വരുന്നത്. അവർ വന്നൊരു സൈഡിൽ നിൽക്കും. അത് കഴിഞ്ഞ് അപ്പുറത്തെ സൈഡിൽ മാലാഖമാരിങ്ങനെ അണിനിര, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത മാലാഖമാർ, അത് സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയാണ്. അവരിങ്ങനെ ഇറങ്ങി വരും. അങ്ങനെ അവർ നിൽക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ അൾത്താരിൽ എപ്പോഴും ഉണ്ട്. അതിനുശേഷം കാറ്റാലിനെ കണ്ടിട്ടുള്ളതാണ്, കുറേ മനുഷ്യർ ഇങ്ങനെ നെഞ്ചിൽ കൈവച്ചിട്ട് കരഞ്ഞ് പ്രലപിച്ചു വരുന്നുണ്ട്. അവരാരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മോളെ അവരൊക്കെ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളാണ്. ഈ കുർബാനയിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി ദൈവം അനുവദിച്ചിട്ട് പരലോകത്തു നിന്ന് ഇറങ്ങി വരുന്ന, ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ഇറങ്ങി വരുന്ന ആത്മാക്കളവർ. അവർ അൾത്താരയിൽ നിൽക്കണില്ല, കാരണം അവർക്ക് അവിടെ നിൽക്കാനുള്ള യോഗ്യതയില്ല. അത് അൾത്താരയുടെ അപ്പുറത്തുള്ള സ്ഥലമുണ്ട്, നമ്മളൊക്കെ നിൽക്കുന്ന സ്ഥലം, ഹൈക്കല. അവിടെയാണ് അവരുടെ സ്ഥലം അവിടെയാണ്. അവർ കരഞ്ഞു പ്രലപിച്ച് ഇങ്ങനെ നിൽക്കുക. ഈ പരിശുദ്ധ കുർബാനയിൽ ആരെങ്കിലും ഞങ്ങളെ ഒന്ന് പേര് പറഞ്ഞ് സമർപ്പിച്ചാൽ അവർക്കൊരു തുള്ളി രക്തം കിട്ടും. ഞാൻ പറഞ്ഞ ഹോളി ബ്ലഡ് തെറാപ്പിയിൽ അത് കിട്ടും. അപ്പോൾ അവർക്ക് ആശ്വാസം കിട്ടും. പൂർണ്ണ രക്ഷ കിട്ടുമെന്ന് അറിയില്ല, കാരണം അവരുടെ പാപത്തിൻ്റെ നീതി അനുസരിച്ച്. ഇതാണ് ബലി നടക്കുന്ന സമയത്ത് സംഭവിക്കുന്നത്. ഇതിനും കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കാര്യങ്ങളെ പറയുന്നത്. ഇത് ഞാൻ കണ്ടിട്ടുള്ളൊരു ദർശനമാണ്. കുർബാനയുടെ സമയത്ത് ഞാനും കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ട ദർശനമല്ല, ഞാനും ഇത് കണ്ടിട്ടുണ്ട്. അതോടൊപ്പം ഞാൻ ഒരിക്കൽ കുർബാനയുടെ സമയത്ത് നിൽക്കുമ്പോൾ അവിടെ 2 മാലാഖമാർ വരുന്നത് കണ്ടു. അത് നിങ്ങളോട് ഞാൻ പങ്കുവെച്ചിട്ടുണ്ട്. 2 മാലാഖമാർ കുഞ്ഞു ചിറകുകളുമായിട്ട് അവരിങ്ങനെ പറന്ന് വന്നപ്പോൾ ഞാൻ, അയ്യോ നല്ല മാലാഖമാർ, ഇങ്ങനെ കണ്ണ് തുറന്നിട്ടല്ല, കണ്ണ് അടച്ചിട്ടുള്ള ദർശനം. ഞാൻ വീണ്ടും പറയാണ്, എനിക്കിങ്ങനെ ഒരു പ്രത്യക്ഷപ്പെടലോ പ്രത്യക്ഷീകരണങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അത്രയ്ക്കുള്ള വിശുദ്ധിയൊന്നും എനിക്കില്ല. ഞാൻ കണ്ണടച്ചിട്ട് കാണുന്ന ദർശനങ്ങളാണിത്. അപ്പം ഞാൻ ഈ മാലാഖമാരിങ്ങനെ കണ്ടപ്പോൾ ഞാൻ, അയ്യോ അവരെന്നെ വന്ന് വിളിച്ചത് അമ്മച്ചി എന്നാണ്. അപ്പം ഞാൻ ഈ മാലാഖമാരെ തന്നെ അമ്മച്ചി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദർശനത്തിൽ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ അമ്മച്ചിയോ? അപ്പോഴാണ് ഈശോ മനസ്സിലാക്കി തരുന്നത്, ഇത് നിൻ്റെ ഉദരത്തിൽ നെബോഷൻ വഴി പോയിട്ടുള്ള 2 മക്കളാണെന്ന്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ അന്ന് ആ സത്യം മനസ്സിലാക്കി. 100 അല്ല 110 അല്ല 200 വയസ്സ് ചെന്ന് മരിച്ചാലും അവരവിടെ ഉണ്ടാവും. ഉദരത്തിൽ ജീവൻ വെച്ച ആ നിമിഷത്തിൽ പിന്നീട് പോയിട്ടുള്ളവർ അവിടെ ഉണ്ട്. എല്ലാവരും അവിടെ ഉണ്ട്. പരലോകത്ത് നമ്മളെല്ലാം വീണ്ടും കണ്ടുമുട്ടും. അപ്പോൾ ഈ സ്വർഗീയ ആരാധനയുടെ മുന്നോടിയാണ് പരിശുദ്ധ കുർബാന. നമുക്ക് ഹെബ്രായർ 8:12 എടുത്ത് വായിച്ചാൽ അറിയും, അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കും ബലിയായിട്ടുള്ള കർത്താവ് ഏക ബലിയർപ്പിച്ചത് ഹെബ്രായർ 10:12 കാണും. അപ്പോൾ പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ മനുഷ്യന് വേണ്ടി ക്രിസ്തു സഹിച്ച രക്ഷാകര പദ്ധതിയുടെ പുനരവതരണമാണ് ഈ പരിശുദ്ധ കുർബാന. അതുപോലെ സ്വർഗീയ ആരാധനയുടെ നിഴലാണ് പരിശുദ്ധ കുർബാന. പിന്നെ നമ്മൾ ഇനി കാണുക, ഈ കുർബാനയ്ക്ക് വരുന്നേക്കാളും മുമ്പ് അച്ഛന്മാർ കുറേ ഡ്രസ്സൊക്കെ ഇടും. എന്തിനാ അവർ ഇത്ര പേര് ഡ്രസ്സ് ഇടണമെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ പരിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ സഭ പറഞ്ഞിട്ടുണ്ട് തിരുവസ്ത്രങ്ങൾ അണിയണം എന്നുള്ളത്. അത് പുറപ്പാടിൻ്റെ 28 നമുക്ക് വായിച്ചാൽ കാണും. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ അച്ഛന്മാർ ഒരു നീണ്ട ഉടുപ്പിടും. അതിനെ പറയുന്ന പേരാണ് കൊത്തീന എന്ന്. കൊത്തീന അത് ഈ പാപങ്ങളിൽ നിന്നൊക്കെ വിമുക്തമാക്കി വരപ്രസാദം കൊണ്ട് കർത്താവ് ഈ പുരോഹിതനെ ഉടുപ്പിക്കുകയാണ്. വരപ്രസാദം കൊണ്ട്. അതുകൊണ്ടാണ് പറയണേ, തിരുവസ്ത്രമിട്ട് അർപ്പിക്കുന്ന ഒരു പുരോഹിതൻ്റെ ബലി ഒരിക്കലും വൃഥ ആവില്ല. അവനെ വരപ്രസാദത്തിൽ ആ നിമിഷം ഉറപ്പിക്കും. അതുകൊണ്ട് ആ പുരോഹിതൻ അർപ്പിക്കുന്ന ബലിയിൽ നമുക്കെല്ലാം കിട്ടും. ഇനി ആ പുരോഹിതൻ പേഴ്സണലായിട്ട് വളരെ വലിയ പാപം ചെയ്യുന്നവനാണെങ്കിൽ ആ ബലി ഒരിക്കലും ഗുണമില്ലാതെ പോവില്ല. ആ ബലിക്ക് യോഗ്യതയുണ്ട്. കാരണം അത് ഈശോയാണ് തിരുവസ്ത്രം ഇടുമ്പോൾ വരപ്രസാദങ്ങൾ ഉറപ്പിച്ചിട്ട്. ഇനി ആ വ്യക്തി ചെയ്യുന്ന പാപത്തിൻ്റെ നീതിയുടെ കടം ആ വ്യക്തിക്ക് തന്നെ നേരിട്ട് കൊടുക്കേണ്ടതാണ്. അത് കുർബാനയെ ബാധിക്കില്ല. അതുകൊണ്ട് ഇവിടുത്തെ അച്ഛൻ കുഴപ്പമില്ല, അവിടുത്തെ അച്ഛൻ നല്ലതെന്നുകൊണ്ട് കുർബാനയ്ക്ക് ഓടിയിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ മാനസികമായിട്ട് കുറച്ച് ഒരു ഇതൊക്കെ ഉണ്ടാവും, സ്ഫുടമായും പാട്ടോടുകൂടിയും ഒക്കെ അർപ്പിക്കുമ്പോൾ നല്ലാതെ. പക്ഷേ കുർബാനയുടെ ഫലം ഒന്നാണ്. അത് എവിടെ ആരർപ്പിച്ചാലും
കുർബാന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ ഇടവപ്പള്ളിയത്തെ കുർബാന പോരാ, മറ്റേ ഇടവയിൽ പോയി കുർബാന അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മൾ മനുഷ്യരാണ്, നമുക്ക് നല്ലൊരു കുർബാന പാട്ടുണ്ട്, അങ്ങനെ നല്ല പാട്ട് അങ്ങനെയൊക്കെ ആയിട്ട് പോകാം. പാപമൊന്നുമല്ല, എന്നാലും ഇതാണ് എൻ്റെ കാര്യം. നമ്മുടെ ഇടവകപ്പള്ളിയിൽ പുരോഹിതൻ അർപ്പിക്കുന്ന ബലിയിൽ നമുക്കെല്ലാം കിട്ടും. അത് എവിടെ നിങ്ങൾ മാറി മാറി പോയാലും കിട്ടുന്ന കൃപ ഒന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കൊത്തീന വരപ്രസാദങ്ങളുടെ ഉടുപ്പാണ്. അതുപോലെ സുനാറ എന്ന് പറയുന്ന ഇത് അരമുറുക്കണ് പുരോഹിതന് സേവന സന്നദ്ധതയും പ്രവർത്തനക്ഷമതയും കൊണ്ട് അരമുറുക്കും. പിന്നെ ഊറാറ, അതാണ് ഒരു പുരോഹിതനെ തിരിച്ചറിയാനുള്ള ഔദ്യോഗിക ഡ്രസ്സ്. ഊറാല എന്ന് ചിലർ തെറ്റി പറയാറുണ്ട്. ഊറാറ എന്നാണ് ഇതിൻ്റെ പറയുക. ഇതിനെ കർത്താവിൻ്റെ നുകം എന്നും പറയും. അപ്പോൾ ഈ ഊറാറ ഇരുവശത്തേക്കും ഇങ്ങനെ ഷോള് പോലെ ഇടുന്നതാണ് ഒരു പുരോഹിതനാണ് എന്നറിയുക. ഡീക്കന്മാർ ഇങ്ങനെ സൈഡിലാണ് ഇടുക. അത് ഔദ്യോഗിക വസ്ത്രമാണ്. പുരോഹിതന് ഇതിനുള്ള അധികാരമുണ്ട് എന്നുള്ളൊരു അറിവാണ് അതിൽ നിന്ന് കിട്ടുക. പിന്നെ കയ്യൊറ സാന്തേ എന്ന് പറയും. അതും ഈ ആത്മീയ ശുശ്രൂഷയ്ക്കുള്ള പ്രവർത്തനക്ഷമതേനെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ അവസാനമാണ് കാപ്പ ഇടുക. കാപ്പ അത് പൗരോഹിത്യ പദവിയെ സൂചിപ്പിക്കുന്നതാണ്. മിശിഹായെയും അവിടുത്തെ അരൂപിയെയും ധരിക്കുന്നു. മിശിഹായെ ധരിക്കുകയാണ്. അപ്പോൾ അവൻ മിശിഹായായി മാറും എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥമുണ്ട് അതിന്. മിശിഹായാകുക എന്ന് പറഞ്ഞാൽ ബലി സമർപ്പിക്കുക. ആ സമയത്ത് പുരോഹിതൻ മിശിഹായായി മാറും. ബലി സമർപ്പിക്കാനുള്ള എല്ലാ യോഗ്യതയും ദൈവം അവന് കൊടുക്കും. അതുപോലെ നമ്മൾ ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ദേവാലയത്തിന് പള്ളിക്ക് കുറച്ച് ഭാഗങ്ങളുണ്ട്. 3 പ്രധാന ഭാഗങ്ങളാണ് നമ്മുടെ പള്ളിക്കുള്ളത്. 1 മദ്ബഹ, 2 കെസ്ത്രോമ, 3 ഹൈക്കല. മദ്ബഹ എന്ന് പറയുന്നതാണ് നമ്മുടെ അൾത്താരയുടെ ബലി നടക്കുന്ന സ്ഥലം. അതിന് സ്വർഗം എന്നാണ് പറയുക. കാരണം സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയുടെ നിഴലാണല്ലോ കുർബാന. അപ്പോൾ ഈ സ്വർഗത്തിൽ മദ്ബഹയിൽ ആരാധന നടക്കുക. എന്ത് ആരാധന? ക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതിയുടെ പുനരവതരണം, സ്വർഗീയ ആരാധന, പിതാവിലേക്ക് മനുഷ്യരെ നയിക്കുന്ന ആരാധന. അതിന് മനുഷ്യർ ചെയ്ത പാപത്തിൻ്റെ പരിഹാരം, അതാണ് നടക്കുന്നത്. അപ്പോൾ ഈ വിശുദ്ധ സ്ഥലത്ത് സ്വർഗം മദ്ബഹ, അവിടെയാണ് നമ്മുടെ ഓൾട്ടർ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ കെസ്ത്രോമ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അത് എല്ലാ പള്ളികളിലും ഇങ്ങനെയായിരിക്കും. നമ്മുടെ വലതുവശത്തും അച്ഛൻ നിൽക്കുകയാണെങ്കിൽ അച്ഛൻ്റെ ഇടതുവശത്തും ഗായകരുണ്ടാകും. അതാണ് ഗായകർ, മാലാഖമാരുടെ സ്ഥലമാണത്. അതിൻ്റെ താഴെ ആണ് ഹൈക്കല, ജനങ്ങൾ നിൽക്കുന്ന സ്ഥലം. അതായത് നമ്മളൊക്കെ നിൽക്കുന്ന സ്ഥലം. ആ സ്ഥലത്താണ് ബേമ ഇട്ടിട്ടുള്ളത്, വചനവേദി. വചനം പങ്കുവയ്ക്കുന്നത് അവിടെയാണ്. അപ്പം ഈ ഹൈക്കല എപ്പോഴും ഭൗമിക ജെറൂസലേമിനെയാണ് സൂചിപ്പിക്കുക, ഭൂമി. അങ്ങനെ മദ്ബഹയിൽ നിന്ന് ബേമയിലേക്ക് വരും, ബേമയിൽ നിന്ന് മദ്ബഹയിലേക്കും പോകും വൈദികൻ പലപ്പോഴായിട്ട്. അതിൻ്റെ അർത്ഥം യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കും ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് പോയ രക്ഷാകര പദ്ധതിയെയാണ് സൂചിപ്പിക്കുക. അതായത് മദ്ബഹ സ്വർഗത്തിൽ നിന്ന് ബേമയിലേക്ക് വരും, ബേമയിൽ നിന്ന് മദ്ബഹയിലേക്കും കുറേ കാര്യങ്ങൾ ചെയ്യാൻ പോകാറില്ലേ. അപ്പം പിന്നെ പറയാം, അത് ഈശോയുടെ സ്വർഗത്തിൽ നിന്നുള്ള ഇങ്ങോട്ടുള്ള വരവും ഇവിടെ നിന്ന് സ്വർഗത്തിലേക്കുള്ള രക്ഷാകര പദ്ധതിയാണ് സൂചിപ്പിക്കുന്നത്. ഒരു കുർബാന തുടങ്ങുന്നേക്കാൾ മുമ്പുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഇന്ന് പറഞ്ഞു വെക്കുന്നുള്ളൂ. അതുപോലെ കുർബാനയുടെ ആഘോഷം. ഈ കുർബാന എന്ന് പറയുന്ന സംഭവം 4 കാര്യങ്ങളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ അപ്പസ്തോലന്മാർ ഒരുമിച്ച് നിന്ന് ബലി സമർപ്പിച്ചല്ലോ, കർത്താവ് കുർബാന ഒടുവിലത്തെ അത്താഴം. അതിൽ 4 കാര്യങ്ങൾ പ്രധാനമായിട്ട് ചെയ്ത് അപ്പം എടുത്തു, വാഴ്ത്തി, വിഭജിച്ചു, നൽകി. ഇത് ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞു തരണം കേട്ടോ, ഇതിൽ അപാകതകളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പം എടുത്തു, വാഴ്ത്തി, വിഭജിച്ചു, നൽകി. ഈ 4 കാര്യങ്ങളിൽ നിന്നാണ് ഇന്നത്തെ കുർബാനയുടെ ഭാഗങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതായത് അപ്പം എടുത്തു എന്ന പ്രവൃത്തിയിൽ നിന്നാണ് ഒരുക്ക ശുശ്രൂഷ വന്നേക്കണം. ഒരുക്ക ശുശ്രൂഷ. വാഴ്ത്തി എന്നത് പുകഴ്ത്തലുകളുടെ 18 പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിലൂടെയാണ് ഈ വാഴ്ത്തി എന്നതിലൂടെയാണ് അനാഫറെ കടന്നു വന്നിട്ടുള്ളത്. അതുപോലെ വിഭജിച്ചു, ഇതാണ് അനുരഞ്ജന ശുശ്രൂഷയായിട്ട് വന്നത്.
നൽകി. ഇതാണ് കുർബാന സ്വീകരണം വന്നിട്ടത്. ഇത്രയും ഷോർട്ടായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ കുർബാനയ്ക്ക് 6 ഭാഗങ്ങളാണുള്ളത്. ഈ 4 ഭാഗങ്ങളുടെ കൂടെ ആദ്യമുള്ള ആമുഖ ശുശ്രൂഷയും അവസാനമുള്ള ദൈവ ഐക്യ ശുശ്രൂഷയും കൂട്ടിച്ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 6 ഭാഗമായിട്ട് മാറും. 4 ഭാഗത്തിൽ കൂടെ 6 ഭാഗമായി മാറും. 4 ഭാഗം വന്നത് പറഞ്ഞല്ലോ. അപ്പം എടുത്തു, വാഴ്ത്തി, വിഭജിച്ചു, നൽകി. ഒരുക്ക ശുശ്രൂഷ വന്നു, അനാഫറ്, അതുപോലെ അനുരഞ്ജന ശുശ്രൂഷ, അതുപോലെ കുർബാന സ്വീകരണം ഉണ്ടായി. ഇതിൽ കൂടെ ആമുഖ ശുശ്രൂഷി, വചന ശുശ്രൂഷി കടന്നു വന്നപ്പോഴാണ് 6 ഭാഗമായത്. 6 ഭാഗമായത് ആമുഖ ശുശ്രൂഷയും വചന ശുശ്രൂഷയും കടന്ന് അതിൽ കൂടെ ചേർത്തപ്പോൾ 6 ഭാഗമായി കുർബാനയ്ക്ക്. അപ്പോൾ 6 ഭാഗം എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. പിന്നെ കുർബാനയ്ക്ക് വരണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഒരുങ്ങേണ്ടത്? കുർബാനയ്ക്ക് വരുമ്പോൾ നമ്മൾ പലതരത്തിൽ ഒരുങ്ങണം. ഏറ്റവും ആദ്യം നമ്മുടെ ഹൃദയം നല്ലതാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പഠനപ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കുർബാനയ്ക്ക് വരുന്നേക്കാളും മുമ്പ് നിറഞ്ഞ വിശ്വാസം ഉണ്ടാവണം. നിറഞ്ഞ വിശ്വാസം, ഇത് ഈശോയാണ്, ഇത് ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കുർബാനയ്ക്ക് വന്നാൽ മതി. മാർക്കോസ് 14:13 പറയുന്നുണ്ട്, ഒരു കുടം വെള്ളവുമായി വരുന്ന ഒരുവനെ നിങ്ങൾ കണ്ടുമുട്ടും. അതായത് നിറകുടം, വിശ്വാസത്തിൻ്റെ സമൃദ്ധിയാണത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ കുർബാനയിലേക്ക് കടന്നു വന്നാൽ മതി. മനസ്സിലായോ? അതുപോലെ മാർക്കോസ് 14:15 വിരുന്നൊരുക്കി കാത്തിരിക്കുന്ന ഒരു യജമാനൻ. നമ്മുടെ കർത്താവ് വിരുന്നൊരുക്കി കാത്തിരിക്കുക. അതുകൊണ്ട് വിശ്വാസ സമൃദ്ധി, ആ വിശ്വാസം വേണം നമുക്ക്. ഞാനും എനിക്കുള്ളതൊക്കെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടതാക്കാൻ വിരുന്നൊരുക്കി കാത്തിരിക്കുക. മാർക്കോസ് 14:17 പറയുന്നുണ്ട്, സന്ധ്യ ആയപ്പോൾ അവൻ 12 പേരും ഒരുമിച്ച് വന്നു. ഈശോയാണ് മുഖ്യ അതിഥി, അത് ഓർമ്മ വേണം. ഈശോയുടെ സാന്നിധ്യമാണ് നിറഞ്ഞു നിൽക്കേണ്ടത്. അതുപോലെ 4ാമത്തെ കാര്യം, നടപടി പുസ്തകം 1:14 സെഹിയോൻ ഊട്ടുശാലയിൽ കെടാവിളക്കായി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഒപ്പം. അപ്പോൾ കന്യകാമറിയം പരിശുദ്ധ അമ്മ, ആ അമ്മ ബലിയിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല. അമ്മയുടെ സജീവ സാന്നിധ്യം, അതാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. ഇനി ദിവ്യബലിക്ക് ഒരുങ്ങുന്നതിനേക്കാൾ മുൻപ് 3-4 കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ മാനസികമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ കുർബാനയ്ക്ക് വരുന്നതിനേക്കാൾ മുൻപ് ഒരുങ്ങണം എന്ന് പലരും പറയാറുണ്ട്. നീതിയും കരുണയും പങ്കുവയ്ക്കുന്ന സ്നേഹവും നമുക്കുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കൊടുക്കാനായി കാഴ്ചവസ്തു ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഒരുങ്ങി വയ്ക്കണം. തലേ ദിവസം തന്നെ നാളെ ഒരു കുർബാനയ്ക്ക് പോകണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾ കാഴ്ചവെക്കാനുണ്ടോ എന്ന് ഓർക്കണം. ഒരു 10 കാര്യങ്ങൾ നമ്മൾ മനസ്സിലിട്ട് ചിന്തിക്കുന്നത് നല്ലതാണ്. അത് എഴുതി വയ്ക്കൊന്നും വേണ്ട. 1, സ്വർഗത്തിലൊരു ബലിപീഠം ഉണ്ടാക്കണം. എങ്ങനെയാണ് സ്വർഗത്തിലൊരു ബലിപീഠം ഉണ്ടാക്കുക? പിതാവേ, എനിക്കൊരു ബലി അർപ്പിക്കാനുണ്ട്, ഞാനൊരു ബലി അർപ്പിച്ചോട്ടെ. ഞാനൊരു പാപിയാണെങ്കിലും നിന്റെ പുത്രൻ്റെ ബലിയോട് ചേർന്ന് ഞാനൊരു ബലി അർപ്പിച്ചോട്ടെ എന്ന് നമ്മൾ അനുവാദം ചോദിക്കണം. അത് സ്വർഗത്തിലൊരു ബലിപീഠം ഉണ്ടാക്കുകയാണ്, ഒരു ബലിക്കല്ല്. അതുപോലെ ഭൂമിയിൽ ഒരു ബലിക്കല്ല് വേണം, ബലിപീഠം വേണം. മനുഷ്യരുമായിട്ട് നമ്മൾ രമ്യതയിലാണോ അത് നമ്മൾ ഓർത്തിരിക്കണം. മത്തായി 7:12 നമ്മൾ വായിക്കുന്നത് നല്ലതാണ്. 3, ആത്മാവിലൊരു ബലിപീഠം ഉണ്ടാവണം. നമ്മുടെ കുമ്പസാരം ഹൃദയശുദ്ധി വരുത്തിയിട്ടുണ്ടോ? അതാണ് ആത്മാവിലെ ബലിപീഠം. വിശുദ്ധിയുടെ ഒരു ബലിപീഠം ഉണ്ടോ നമുക്ക്? തപസ്സുകൾ, പ്രാർത്ഥനകൾ, സഹനങ്ങളൊക്കെ വിശുദ്ധിയുടെ ഒരു ബലിപീഠമാക്കി മാറ്റും. 5, എന്നോടും എൻ്റെ ശത്രുവിനോടും കരുണ കാണിക്കണമേ എന്ന മനോഭാവമുണ്ടോ? അതുപോലെ 6, തിരുവസ്ത്രങ്ങൾ അണിഞ്ഞിട്ടുണ്ടോ? വിശുദ്ധിയുടെ വസ്ത്രം, വെറുപ്പ് വൈരാഗ്യ വിദ്വേഷമില്ലാത്ത വസ്ത്രം. പരിശുദ്ധ അമ്മയോടും ഔസേ പിതാവിനോടും പറയൂ, ഒരു പുൽക്കൂട് നിർമ്മിക്കുമോ, ഒരു പുൽക്കൂട് പണിയോ എൻ്റെ ഹൃദയത്തിൽ. അതിലാണ് യേശു വന്നിരിക്കുകയുള്ളൂ. 8ാമത്തെ കാര്യം, പരിശുദ്ധാത്മാവേ നിന്റെ ഫലങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എന്ന് പറയുമോ?
9, എനിക്ക് എന്താണ് കർത്താവിന് കൊടുക്കാനുള്ളത്, എന്നെ പൂർണ്ണമായിട്ടും കൊടുക്കാൻ പറ്റുമോ? 10, വൈദികന് നന്ദി പറയണം. കുർബാന കഴിയുമ്പോഴേ എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥനയും ചൊല്ലാം. അപ്പോൾ നമ്മൾ കുർബാനയ്ക്ക് വരുന്നതിനേക്കാൾ മുൻപ് മാനസികമായിട്ടും ആത്മീയമായും ഒരുങ്ങേണ്ട കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. ഇനി ദിവ്യബലി തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് തന്നെ നമ്മൾ 3 നിയോഗങ്ങൾ, അത് സഭയുടെ പൊതു നിയോഗങ്ങളാണ്, ഇത് നമുക്കുണ്ടായിരിക്കണം. അതായത് ഇത് നമ്മളിങ്ങനെ ഓർത്തു വെക്കണം. നമ്മുടെ കാവൽമാലാഖിയാണ് സ്വർണ്ണക്കൊട്ടയിൽ നമ്മുടെ നിയോഗങ്ങളുമായിട്ട് കാഴ്ച സമർപ്പണത്തിൻ്റെ സമയത്ത് അൾത്താരയിലേക്ക് പോകുന്നത്. അപ്പോൾ കാവൽമാലാഖയുടെ കാഴ്ചക്കൊട്ടയിൽ നിറച്ച് കാഴ്ചകൾ വേണം ഒരു ബലി കൊടുക്കുമ്പോൾ. അതൊന്നും അറിയാത്തവരൊരു കാഴ്ചയില്ലാണ്ട് വെറുതെ ഇങ്ങനെ വന്ന് കുർബാന കണ്ടാൽ, കുർബാന അർപ്പിച്ചാൽ മാലാഖ കരഞ്ഞിരിക്കും. കാഴ്ചകൊട്ടകളൊന്നുമില്ല. കാവൽമാലാഖയ്ക്ക് അവിടെ കാഴ്ച കൊടുക്കാൻ പരിശുദ്ധ അമ്മയാണ് അൾത്താരയിൽ നിന്ന് ഈ കാഴ്ചകൾ വാങ്ങുന്നത്, പുത്രന് കൊടുക്കണത്. അപ്പോൾ മാലാഖയുടെ കാഴ്ചക്കൊട്ടയിൽ തലേദിവസം തീരുമാനിച്ച് വെക്കണം ഇന്ന കാര്യങ്ങൾ നാളത്തെ ബലിയിൽ. ഒന്നാമത്തെ കാര്യം, ഈ ബലി എൻ്റെയും ലോകം മുഴുവൻ്റെയും പാപത്തിൻ്റെ പരിഹാരമായിട്ടാണ് ഈശോ അർപ്പിക്കുക. എന്തോരോ കുറവുകളാണ്, എത്ര കുറവുകളാണ് നമ്മുടെ ജീവിതത്തിൽ. അവർക്ക് എന്ത് പരിഹാരം ചെയ്യാൻ പറ്റുക? ഏറ്റവും നല്ല പരിഹാരം ഈശോയുടെ തിരുശരീര രക്തമാണ്, ഹൃദയമാണ്. അപ്പോൾ അതായിരിക്കണം ഈ ബലി, എൻ്റെയും ലോകം മുഴുവൻ്റെയും പാപത്തിന് പരിഹാരം. അതാണ് ആദ്യത്തെ സംഭവം. രണ്ടാമത്, ഈ കുർബാന എൻ്റെ കുടുംബത്തിൽ നിന്നും മരിച്ചു പോയവരുടെയും ലോകം മുഴുവനിൽ നിന്നും ഇടവകയിൽ നിന്നും മരിച്ചു പോയവരുടെയും സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയാണ്. അത് അവർക്ക് ഭയങ്കരമായിട്ടുള്ള അനുഗ്രഹമാണ്. അവർ കാത്തിട്ടാ നിൽക്കണേ. ആരാണ് എൻ്റെ പേര് പറഞ്ഞാൽ ഹൈക്കലയിൽ അവർ കാത്തിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ മൂന്നാമത്തെ, ഈ കുർബാന ഇന്നത്തെ എൻ്റെ ജീവിതാവസ്ഥയ്ക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടണം. ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും, ദുഃഖങ്ങളും വേദനകളും ഒക്കെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടതാക്കി ദൈവാനുഗ്രഹത്തിന് പ്രാപ്തമാക്കുന്നതായിരിക്കണം. ഈ ബലിയിൽ 3 കാഴ്ചകൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടംപോലെ കാഴ്ചകൾ വയ്ക്കാം. കാഴ്ചക്കൊട്ടയിൽ നിറഞ്ഞിരിക്കണം. അവർക്ക് ഇത് വേണം, ഇവർക്ക് ഇത് വേണം, അത് വേണം, ഇത് വേണം, ഒക്കെ കൊടുത്തോ. കുർബാനയിൽ എല്ലാം കാഴ്ച കൊടുത്തു. എന്തൊക്കെ നമ്മൾ കാഴ്ച കൊടുക്കണോ അതൊക്കെ സത്താമാറ്റം സംഭവിച്ചെങ്കിൽ തിരിച്ചു കിട്ടും ഈശോയുടെ പദ്ധതിയിലുണ്ടെങ്കിൽ. ഇപ്പം നാളെ മരിക്കാൻ നിൽക്കുന്ന ആളാണ് ഈശോയുടെ പദ്ധതിയിൽ. ഇന്നും നമ്മൾ ആയുസ് തരണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആയുസ് കിട്ടിയെന്ന് വരില്ല. പദ്ധതി അങ്ങനെയാണ്. പിന്നെ ആത്മീയ കാര്യങ്ങളെക്കാൾ ഭൗതിക കാര്യങ്ങളെക്കാൾ ആത്മീയ കാര്യങ്ങൾ സമർപ്പിക്കാനാണ് പരിശുദ്ധ കുർബാന എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ പാപപരിഹാരമാണ് ഏകലക്ഷ്യം. എന്നിട്ട് നമുക്ക് പിതാവിലേക്ക് പോകണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാഴ്ച സമർപ്പിക്കുമ്പോൾ ഈ ബലി നമ്മുടെ ആദ്യ ബലി പോലെ, ഫസ്റ്റ് മാസ് പോലെ, ഏറ്റവും നല്ല ബലി, ബെസ്റ്റ് മാസായിട്ട്, അതുപോലെ ഇത് നമ്മുടെ ലാസ്റ്റ് മാസമായിട്ട്, അവസാനത്തെ ബലി പോലെ ആയിരിക്കണം നമ്മളിത് സമർപ്പിക്കേണ്ടത്. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇത്രത്തോളം പറഞ്ഞ് ഇന്നത്തെ കാര്യം അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ പരിശുദ്ധ കുർബാനയ്ക്ക് വരുന്നേക്കാൾ മുമ്പ് ഇതുപോലെയൊക്കെ ഒരുങ്ങി വന്നാൽ വലിയ അനുഭവമായിരിക്കും. ഞാൻ ഈ പങ്കുവയ്ക്കൽ എത്ര ദിവസം അടുപ്പിച്ചൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എങ്കിലും കുർബാനയ്ക്ക് മുമ്പ്, കുർബാനയുടെ തിരുനാളിന് മുമ്പ് ഇതെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി അടുത്തത് 6 ഭാഗങ്ങളെക്കുറിച്ചുള്ളത് പിന്നീട് നമുക്ക് പങ്കുവയ്ക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.